സമയം 9:30 മണി. ട്രെയിൻ പോകുന്നത് 10:30ക്കാണ്. വീട്ടിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. എങ്കിലും നേരത്തെ പോയി കഴിഞ്ഞാൽ നേരത്തെ കിടന്ന് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയത്. ഇനി എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് ഫാത്തിമ. എനിക്ക് 36 വയസ്സുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 2 കുട്ടികളാണ് എനിക്കുള്ളത്. ഭർത്താവ് ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഭർത്താവ് മരണപ്പെട്ടു പോയി. ഇപ്പോ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതമായിട്ട് ഞങ്ങളിങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു. ഇനി ജോലി സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 100-200 കിലോമീറ്റർ ഉണ്ട് ജോലി സ്ഥലമെത്താൻ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഞാൻ ജോലി ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. അങ്ങനെ ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഈ ട്രെയിൻ യാത്രയും കാര്യങ്ങളൊക്കെ ഈ രാത്രിയിൽ തന്നെ ഞാൻ പോകുന്നത്. ഇറങ്ങുന്നത് തൊട്ടു മുമ്പ് തന്നെ ഒന്ന് കുളിച്ചൊരുങ്ങി അതിനുശേഷം പെർഫ്യൂമും കാര്യങ്ങളൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിൽ ഒരു വിചാരമായിരുന്നു, തിരക്കൊന്നും കാണല്ലേ, എങ്ങനെങ്കിലും അങ്ങ് എത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് നല്ല ജലദോഷത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ, അതിൻ്റെതായ ഒരു ടയർഡ്നെസ്സും ഉണ്ടായിരുന്നു. കുട്ടികളെ രണ്ടുപേരെയും ഞാൻ ഉമ്മിച്ചായി ഏൽപ്പിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാകട്ടെ ജമാലിക്കയുടെ ഓട്ടോയിലാണ്. ഇക്കയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ തന്നെ എനിക്ക് നല്ല പ്രചോദനവും കാര്യങ്ങളൊക്കെ തരും. കാരണം ഞാനൊരു വിഡുവാണല്ലോ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ജമാലിക്കയുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കഴിഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജനറൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ചെറിയ ഇരുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നോക്കുന്ന ഒരു കാര്യമാണ് ട്രെയിനിന്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയും കാര്യങ്ങളും. ഇവിടുന്ന് അവിടേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ശരിയനെ, അവിടുന്ന് ഇവിടേക്ക് വരുന്ന സമയത്താണെങ്കിൽ ശരിയനെ, ഞാൻ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നോക്കും. ഇന്നത്തെ ദിവസം രാത്രി ആയതുകൊണ്ടായിരിക്കാം തിരക്ക് നന്നേ കുറവായിരുന്നു. നാളെ രാവിലെ അവിടെ ചെന്നില്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ പോകുന്നത്. ട്രെയിനകത്താണെന്നുണ്ടെങ്കിലും തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് ഉറങ്ങാമല്ലോ. ഞാൻ ടിക്കറ്റ് ഒന്ന് നോക്കിയതിനു ശേഷം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന ആ വാതിലിന്റെ തൊട്ടരികിലായിട്ട് നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വെള്ള ഷർട്ടും പിന്നെ ഒരു കറുത്ത പാൻറ് ഇട്ട ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 36 വയസ്സാണെന്നുണ്ടെങ്കിൽ അവന് ഏകദേശം ഒരു 30 വയസ്സ്, ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ആള് നോക്കിയ സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടെടുക്കാതെ നിന്ന് നോക്കി. അപ്പോൾ തന്നെ ആളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഞാനും അതേപോലെ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ സൈഡ് വശത്തു കൂടി കുറച്ച് ഉള്ളിലോട്ട് നടന്നു. മറ്റൊന്നും ആയിരുന്നില്ല. കാരണം ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ട്രെയിൻ വരുന്നത് ഒന്നെങ്കിൽ ബാക്ക് സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ പോകണം. അത്രയും ദൂരം നടക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ആ ഒരു ബാക്ക് സൈഡ് തന്നെയാണ് കംഫർട്ടായിട്ടുള്ള പ്ലേസ് എന്നുകൊണ്ടും ഞാൻ അവിടേക്കാണ് നടന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇരുട്ടിൽ നിന്നും കുറച്ചുകൂടി ഇരുട്ടിലേക്ക് തന്നെയാണ്. കാരണം അവിടെ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ എൻട്രിയിൽ മാത്രമേ ഉള്ളൂ വെട്ടവും വെളിച്ചവും. പിന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വെട്ടവും വെളിച്ചമൊന്നുമില്ല. നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ എപ്പോഴായാലും ഒന്ന് ഏകാന്തമായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലേസ് ചൂസ് ചെയ്തത് കുറച്ച് അകലെയായിട്ടാണ്. അവിടെ മനുഷ്യന്മാരൊന്നുമില്ല. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായ വശത്ത് ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരുന്നു. ശേഷം ട്രെയിൻ വരുന്നതും കാത്ത് അവിടേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരുന്ന എനിക്ക് തോന്നി. ആദ്യം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിഴലാണ് കാണുന്നത്. പിന്നെ ഒരു ഉയരമുള്ള ഒരു മനുഷ്യൻ. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ എന്നെ നോക്കി ചിരിച്ച ആ ഒരു വെള്ള വസ്ത്രധാരി, ആ മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. അയാൾ ആ സമയത്ത് കാണിച്ച ആ ഒരു ചിരിയോടുകൂടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനും ഒന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ അയാള് വേറെ എങ്ങും ഇരിക്കാതെ എൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു ഇരുത്തിയും കാര്യങ്ങളൊക്കെ. അയാൾ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പേര്, എവിടേക്കാ പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഫാത്തിമ, ഞാൻ ജോലിക്കായിട്ട് അങ്ങനെ പോവുകയാണ് എന്ന് മാത്രമായിരുന്നു ഞാൻ പറഞ്ഞത്. ആ സമയം അയാളും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും അവിടേക്ക് തന്നെയാണ് കേട്ടോ. താൻ അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു കമ്പനി തരാം, പിന്നെ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയാൾ പറയുമ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. എല്ലാം കേട്ടുകൊണ്ട് തന്നെ ഇങ്ങനെയായിരുന്നു. ആ സമയം അയാളോട് ചോദിച്ചു, തനിക്കെന്തെങ്കിലും സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ചെറിയ ജലദോഷവും പിന്നെ ആ ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആള് പെട്ടെന്ന് എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, അതെ, എൻ്റെ കയ്യിൽ പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ദാ
പിന്നെ ഈ ടയർ ബാം യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കാദ്യം ടയർ ബാം എടുത്ത് തന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. സുഖമില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അതെ, എനിക്കാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് കയറണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് പറയുന്ന സമയത്ത് ആളൊന്ന് ചിരിച്ചു. ഞാൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു. അപ്പോൾ തന്നെ ആള് വീണ്ടും ചോദിച്ചു, വീട്ടിലിപ്പം ആരൊക്കെയുണ്ട്? അപ്പോൾ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ഭർത്താവ് മരിച്ചു പോയതാണ്. പിന്നെ വീട്ടിൽ 2 കുട്ടികളും ഉമ്മായും ഉണ്ട്. ഉമ്മായി ഏൽപ്പിച്ചിട്ടാണ് ഞാനിപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് ആളുടെ മുഖത്ത് ഒരു സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ? അപ്പോൾ അയാൾ പറഞ്ഞു, അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആ ഒരു ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. രാവിലെ എനിക്കും അവിടെ എത്തണം. പിന്നെ ഈ ട്രെയിൻ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോറിങ്ങും കാര്യങ്ങളും അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൻ്റെ അടുത്ത് വന്നിരുന്നതും പിന്നെ സംസാരിക്കുന്നതെല്ലാം എന്നയാൾ പറയുമ്പോൾ ഞാൻ ചിരിച്ചു. അത് ശരിയാണ്, ബോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളൊരു വൈബിന് ഇങ്ങനെ പോകണം എന്ന് ഞാൻ തിരിച്ച് മറുപടി പറയുമ്പോൾ ആള് എൻ്റെ അടുത്ത് പറഞ്ഞു, താനിത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പെട്ടെന്ന് നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ആ സമയം ഒന്ന് ചിരിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നല്ല ഇരുട്ടും നല്ല നിലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ പണ്ട് ഈ കസിൻസിൻ്റെ ഒക്കെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഉള്ള ഒരു വൈബ് പോലെ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് ഇരുന്നോട്ടെ എന്ന് അയാൾ എൻ്റെ അടുത്ത് ഒരു ഫോർമാലിറ്റി എന്നയാളെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ചുകൂടെ എൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു. ശരിക്കും ഫാത്തിമ ഇപ്പം കണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിലായിരുന്നു ഇത്. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് മിണ്ടാനും പറയാനും ആരെങ്കിലുമൊക്കെ മതി. ആ ഒരു യാത്ര അടിപൊളിയായിരിക്കും. അത് ശരിയല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആ, അത് ശരിയാണ്, നമുക്കൊരു വൈബിന് പറ്റിയ ആൾക്കാരാണ് വേണ്ടം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഷോള് പിന്നിൽ നിന്നും ഒന്ന് സ്ലിപ്പായിട്ട് താഴോട്ട് വീണു. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് എടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് മടക്കിയിട്ട് എൻ്റെ ആ ഒരു തോളിലേക്ക് എടുത്ത് വെച്ച് തന്നു. അതെ, ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു, വല്ല ഫാഷൻ ഡിസൈനറാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഇതൊരു കോമൺ സെൻസിൽ പറഞ്ഞാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്ന സമയത്ത് ഞാനൊന്ന് ചിരിച്ചു. അയാളും ഒന്ന് ചിരിച്ചു. അങ്ങനെ ഏകദേശം 10:30 ആയ ടൈമിൽ തന്നെ ട്രെയിൻ വന്നു. ട്രെയിൻ വന്ന കണ്ട സമയത്ത് തന്നെ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ അയാളും എഴുന്നേറ്റു. ഞാൻ ആ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ഒപ്പം തന്നെ ആ ഒരു ബോർഡിങ്ങിലേക്ക് കയറി. ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാനും അയാളും ഏകദേശം ഒരേ സീറ്റിൽ തന്നെയാണ് കിട്ടിയത്. ഞങ്ങൾ കയറിയപ്പോൾ ഇരിക്കാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ ഇരുന്നത്. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് കിടക്കണമെന്ന് വല്ലതും ഉണ്ടോ? കാരണം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇല്ലേ, പനിയുടെ ആ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അപ്പം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുറേ ടൈം കഴിഞ്ഞപ്പോൾ ഒരു 11:30 കഴിഞ്ഞു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ആ ഒരു ബോർഡിങ്ങിൽ അതേ ആ ഒരു ആൾക്കാരും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ നമ്മളെ അറിയുന്ന ആരുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മിക്ക ആൾക്കാരും കിടന്നുറങ്ങുകയും ഇരുന്നുറങ്ങുകയും ചെയ്യുകയാണ്. ശരിക്കും ഞങ്ങളെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്ന പോലെ തോന്നിക്കത്തുള്ളൂ. രണ്ടുപേരും ഏകദേശം ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്, കളറും കാര്യങ്ങളും എല്ലാം. പിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഹൈറ്റ് കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാച്ച് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ട്രെയിൻ ഓരോരോ സ്റ്റോപ്പും സ്റ്റേഷനും എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് കിട്ടി. പക്ഷേ എൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടിരിക്കുന്നത് ഈ ഒരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് ആ നിമിഷം തന്നെ പറഞ്ഞു, അതെ, ദാ ഈ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ കിടന്നോളൂ, ഇപ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അശോ, അത് വേണ്ട, തനിക്ക് വയ്യാതിരിക്കല്ലേ, താൻ കിടന്നോളൂ എന്ന് പറഞ്ഞു. ആ നിമിഷം അന്നേരം കണ്ട ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു ബാഗിൻ്റെ ആ ഒരു വശത്തേക്ക് കടന്നു. ബാഗ് അദ്ദേഹത്തിൻ്റെ മടിയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനാല തുറന്നു കിടക്കുന്നുണ്ട് തന്നെ അതിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് നേരെയാക്കിയിട്ടു.
ആ നിമിഷം ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടിയിണകളിൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് തഴുകി, പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈകളിലാണെന്നുണ്ടെങ്കിലും ഒന്ന് തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്നത്, ഒരാൾക്ക് നന്നായിട്ട് എങ്ങനെയാണോ ഉറങ്ങാൻ കഴിയുന്നത്, അതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ. ആ നിമിഷം മെല്ലെ മെല്ലെ എൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വേറെ എവിടെയാണോ കിടക്കുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ സ്വന്തം റൂമിൽ അവിടെ കട്ടിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സ്വപ്നത്തോടെയാണ് ഞാനിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആളുടെ കെയറിങ്ങും ആ ഒരു പരിഗണനയും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എഴുന്നേൽക്കാൻ പോലും തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ ആ ഒരു സുഖമില്ലായ്മയും കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കുറേ സമയം ഞാനിങ്ങനെ കണ്ണടച്ച് കിടന്നു. അപ്പോൾ ആ ഒരാൾ എന്ത് ചെയ്യാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒന്നും അറിയാതെ കണ്ണടച്ചിങ്ങനെ കിടന്നു. ആ നിമിഷം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ആള് ഉറങ്ങി വീഴാൻ പോകുന്നത് പോലെ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു കൗതുകം പോലെ തോന്നിപ്പോയി. കാരണം പെട്ടെന്ന് എന്തോ പോലെ ഒരു നിമിഷവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ പുറത്തുനിന്ന് കാറ്റും കാര്യങ്ങളൊക്കെ അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. സമയം ഇപ്പോൾ ഏകദേശം 3:30 ആയിരിക്കുന്നു. ഞാൻ ഒരുപാട് ഉറങ്ങിപ്പോയി. അയാൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ അയാളെ തട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദേ നിങ്ങൾക്ക് കിടന്നുറങ്ങണമെങ്കിൽ കിടന്നുറങ്ങിക്കോട്ടോ എന്ന് പറയുന്ന സമയത്ത് ആൾ പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പം ഏകദേശം 3:30 ആയില്ലേ, ഞാൻ ഇച്ചിരി ഉറങ്ങിപ്പോയായിരുന്നു എന്ന് അയാളും പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങാനുള്ള ആ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്താറായി. സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞിരിക്കുന്നു. ആ ടൈം വരെ ഞങ്ങൾ കുറച്ചു നേരം കണ്ടും കണ്ടും നോക്കിയിരുന്ന് എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാനുള്ള സ്റ്റോപ്പായപ്പോൾ ഞാൻ ബാഗ് എടുത്ത് ആ ഒരു സീറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് പുറത്തേക്ക് നോക്കി. ശേഷമാണെന്നുണ്ടെങ്കിൽ മുഖം കഴുകാനായിട്ട് ഞാൻ അവിടേക്ക് ചെന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു. അപ്പോൾ അയാൾ എൻ്റെ പിന്നിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പോകുകയാണോ എന്നൊരു ചോദ്യം. ആ നിമിഷം ഞാൻ പറഞ്ഞു, സ്ഥലമെത്താറായി. പെട്ടെന്ന് അയാളും എൻ്റെ കൂടെ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് ഒരുമിച്ച് ഇറങ്ങിയ ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ അടുത്തൊരു ട്രെയിനിന് പോയാൽ പോരെ, ഞാൻ തന്നെ അങ്ങോട്ട് ആക്കിയേക്കാം, നമ്മൾ തന്നെ അടുത്തല്ലേ എന്ന് അയാളോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും അടുത്താണ് എന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ആള് എൻ്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്, നമുക്കൊരുമിച്ച് ഇറങ്ങിക്കൂടെ എന്ന്. ആ ടൈമിൽ ഞാൻ നോ പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ചെന്നിട്ട് ജോലിക്കും കാര്യങ്ങളും പെട്ടെന്ന് കയറണം. ഇപ്പോൾ ജോലിക്ക് കയറാൻ ഏകദേശം 10 മണിക്കല്ലേ, ഇപ്പോഴേ പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിവിടെ ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാൽ പോരെ, വീണ്ടും അയാളെൻ്റെ അടുത്ത് ചോദിച്ചു. ആ നിമിഷം എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പെട്ടെന്ന് അയാൾ വീണ്ടും എൻ്റെ അടുത്ത് അതേ കാര്യം തന്നെ ചോദിച്ചു. എനിക്കെന്തോ നല്ലൊരു ഫ്രണ്ടിനെ മിസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു, താനിപ്പം പോകുമ്പോൾ ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ എന്തോ മിസ്സാകുന്ന പോലെ എന്ന് തന്നെ അയാളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഏതായാലും തനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിൽക്കേട്ടോ എന്ന് വീണ്ടും പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, അയാളുടെ കൂടെ ഒരു കോഫി കുടിച്ചിട്ട് പിന്നെ അടുത്ത് തന്നെയാണല്ലോ, അയാളിപ്പം കൊണ്ടുവന്നാക്കില്ല എന്നുണ്ടെങ്കിലും ബസ് കയറി പോയാൽ മതി. ഏകദേശം ഒരു 20 കിലോമീറ്റർ കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു കേസിന് വേണ്ടിയിട്ട് അയാളുടെ റിക്വസ്റ്റ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇറങ്ങി ആ ഒരു സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം പോയത് ഒരു ചായക്കടയിലാണ്. നല്ല ചൂട് ചായയും പിന്നെ പഴംപൊരിയും കുടിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയാണ് എന്നെയും വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചെന്നിട്ട് ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, വിശപ്പുണ്ട്, പക്ഷേ ബ്രഷൊന്നും ചെയ്യാതെ എങ്ങനെയാ. അയാൾ ആ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വിത്ത് ഹോട്ടലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞതിന് ശേഷം ഞാനും അയാളും കൂടെ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ചെന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂട് മസാല ദോശ വേവുന്നതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാനും അയാൾക്കൊപ്പം അവിടേക്ക് ചെന്നിരുന്നു. ആ ടൈമിൽ അവർ ആ ഒരു മസാല ദോശയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ആളുടെ അടുത്ത് ചോദിച്ചു, ഫ്രഷ് ആവാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മുകളിലത്തെ ഒരു ഫ്ലാറ്റ് ഇങ്ങനെ കാണിച്ചു തന്നു, അവിടെ അങ്ങോട്ട് ചെന്നാൽ മതി, അവിടെ ഫ്രഷപ്പിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും അയാളുടെ കൂടെയാണ് അവിടേക്ക് ചെന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ ആരും അധികം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം
ആളും ഞാനും കൂടെ അവിടേക്ക് ചെന്നു. ശേഷം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ ആദ്യം പോയി കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി കിടക്കുക വാ, അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രഷ് ആകുന്നിടം വരെ അയാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നല്ല തണുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ കുളിക്കാൻ തന്നെ നല്ല മടിയായിരുന്നു. എങ്കിലും ഞാൻ നന്നായിട്ട് കുളിച്ച് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ആള് പോയി ഒരു ചിരിയോടെ കൂടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടായിരുന്നു മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ കഴിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ സമയം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും പിന്നെ വിശപ്പും ഇന്നലത്തെ ആ ഒരു തലവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കിടന്നാൽ മതി എന്നൊരവസ്ഥയായിരുന്നു. ഞാൻ മസാല ദോശയും നെയ് റോസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആളുടെ പറഞ്ഞു, എനിക്ക് നല്ല ടയർഡാവുന്നുണ്ട്, വീട്ടിൽ ഈ സമയത്ത് ചെന്നിട്ട് ഒന്ന് കിടന്നാൽ മതിയായിരുന്നു എന്നാണ്. തനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആളും ഞാനും കൂടെ മസാല ദോശ കഴിച്ചിട്ട് അയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ടൈമിൽ ഞാനും അവിടെ ചെന്നിട്ട് ആ കട്ടിലിരുന്നു. അയാൾക്ക് കിടക്കണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കിടക്കൊന്നും വേണ്ട, താൻ കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു സൈഡിലേക്ക് കയറി കിടന്നു. എനിക്ക് നല്ല പനിയും തലവേനയായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന എന്തോ എടുത്ത് അയാളുടെ മുഖത്തേക്ക് തേച്ചു. മുഖത്ത് മീൻസ് ഫോർഗട്ട് നെറ്റിയിൽ. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മരുന്നായിരുന്നില്ല, വിക്സ് എന്തോ ആണ് എൻ്റെ തലയിലേക്ക് പുരട്ടിയത്. ആ ടൈമിൽ ഞാനിങ്ങനെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഇട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു വിശറി എടുത്ത് ആളെനിക്ക് വീശി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം ഞാൻ അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ആളെ പുറത്തെ ആ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു. ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ആ ഒരു കട്ടിലേക്ക് ഇരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 മണിയായിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ആളെൻ്റെ ചോദിച്ചു, ഇന്ന് ഡ്യൂട്ടിക്ക് കയറണോ, പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, തന്നെ ഞാൻ കൊല്ലും കേട്ടോ, എനിക്ക് ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ നല്ല പണി കിട്ടും, നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള ജോലിയാണ് എൻ്റെ കുഞ്ഞെ എന്ന് ഞാൻ അയാളടുത്ത് പറയുന്ന സമയത്ത്, എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടാക്കാട്ടോ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. അയ്യോ, അതൊന്നും പറ്റില്ല, എനിക്കിപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആളും ഞാനും കൂടെ ആ ഒരു അയാളുടെ കാറിനകത്ത് കയറി. ശേഷമാണെന്നുണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ആ 20 കിലോമീറ്റർ എന്നെ അവിടെ കൊണ്ടാക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളെ കൊണ്ടാക്കുന്ന സമയത്ത് വരെ എത്രയും നല്ല ഒരു മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ശല്യവുമില്ല, എത്രയും നല്ലതായിട്ടുള്ള മനുഷ്യനെ കാണാൻ നമുക്ക് ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ കാറിൽ നിന്നിറങ്ങി ഞാൻ പുറത്തേക്ക് നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആള് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ തോന്നിയില്ല. ഞാൻ അവിടം വരെ എത്തിയിട്ട് തിരിച്ചു നടന്ന് അയാളുടെ അടിയിൽ വന്നെത്തി. ശേഷം അയാളുടെ കൈകൾ പിടിച്ച് ശേഷം ഞാൻ പറഞ്ഞു, ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ, എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല, ഇവിടെ വെച്ചാലും എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, ഒരുപാട് താങ്ക്സ്, ഈ ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തു. അങ്ങനെ ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത്രയും ടൈമിലും കൂടെ ഉണ്ടായിരുന്നത് എന്തോ ഒരു കമ്പനി എന്ന പോലെ എനിക്ക് നിൽക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണ് ആളുടെ കണ്ണും അങ്ങനെ നിറഞ്ഞെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറേ സമയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചു നിന്നു. ശേഷം എനിക്ക് പോകാൻ തോന്നിയില്ല. അങ്ങനെ ഒടുവിൽ യാത്രയെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുടെ ഒരു കണ്ണീരോടെ ഞാനും അകത്ത് കയറി ജോലിക്ക് കയറിയിട്ടും എനിക്ക് ആ ഒരു മൊമെന്റ്സും കാര്യങ്ങളൊന്നും മൈൻഡിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. ഞാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ ആ ചുരിദാറിൻ്റെ ഒരു സൈഡിലെ പോക്കറ്റിൽ ആളെന്തോ പേപ്പർ കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാതെ ഞാൻ മുറിയിലേക്ക് ചെന്നിട്ട് അതെടുത്ത് തുറന്നു നോക്കി. ആളുടെ മൊബൈൽ നമ്പർ ആയിരുന്നു അത്. ഞാൻ എടുത്ത് നോക്കി ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ ആള് പറഞ്ഞു, വിളിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ എന്തായാലും താൻ വിളിച്ചായിരുന്നല്ലോ, അത് തന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം എനിക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു മുഖത്ത്. അപ്പോൾ ഞാൻ ഒരു കണ്ണീരോടെയും ആ ഒരു വിഷമത്തോടെയും പറഞ്ഞു, നമുക്കിനിയും ഒരു ട്രെയിൻ ട്രാവൽ വീണ്ടും കാണണം, പിന്നെ ഈ ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, വീണ്ടും വീണ്ടും ഞാനത് പറയുകയാണ് തന്നോട്. അയാളും തിരിച്ച് അതേ വചനം തന്നെ എന്നോടും പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, തൻ്റെ ആ പ്രസൻസ്, തൻ്റെ ആ കൂടെയുള്ള നടത്തം, പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നതും എല്ലാ കാര്യങ്ങളും എനിക്കൊരുപാട് മിസ് ചെയ്തു. ഈ ഒരു ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഈ ഒരു ടൈം പാസ് ആണെങ്കിൽ ശരിനെ, നമ്മളിരുന്ന് സംസാരിച്ചത് തൊട്ട് ഇത്രയും വലിയൊരു മൊമെന്റ് ഉണ്ടായില്ലേ എന്നൊക്കെ അയാളും പറഞ്ഞു.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു പുഞ്ചിരിയോടുകൂടി ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ തീർത്തു. പിന്നീട് ഒരിക്കലും ആ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നൊരു ദിവസം എനിക്ക് ആ ഒരു മനുഷ്യനെ കാണണമെന്നുണ്ട്. ഞാൻ അയാൾ വരുന്നൊരു സമയത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ പോകുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഓക്കെ, ബൈ ബൈ.